ഈ കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ട് അല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള പ്രശ്നമുണ്ടായിരുന്നു, മുസ്ലിം കമ്മ്യൂണിറ്റി. അതിനൊരു പ്രധാനപ്പെട്ടത് ഒന്ന് ഈ ഹാഗിയ സോഫിയ ലേഖനം വന്നതുകൊണ്ട്. അപ്പോൾ അത് സാധാരണ ലീഗിൻ്റെ നേതാക്കന്മാരിൽ നിന്ന് വരാത്തൊരു ശബ്ദമാണെന്ന് പറയാം. അത് തങ്ങളുടെ ലേഖനം അതെന്താ അറിയോ, ഹാജിയ സോഫിയ ഒന്നാമത് തന്നെ ഇറ്റ് ഇസ് എ പേഗൻ റോമൻ ദിസ് തിങ്. അത് തെറ്റാണത്. നിങ്ങൾ പഠിച്ചാൽ അറിയാം, ഹാജിയ സോഫിയ വാസ് നോട്ട് എ ക്രിസ്ത്യൻ ദിസ് തിങ്. ഇത് തന്നെ 2 തവണ മറിഞ്ഞിട്ടുണ്ട്. അതായത് ഓർത്തഡോക്സിൻ്റെ കയ്യിൽ പോയി, പിന്നെ കോൺസ്റ്റന്റിനോപ്പിൾ ഇതാക്കിയപ്പോൾ അറിയാലോ നശിപ്പിച്ചപ്പോൾ ക്രൂസൈഡേഴ്സ് കോൺസ്റ്റന്റിനോപ്പിൾ നശിപ്പിച്ചു. അത് വലിയ രസമാണ്, കാരണം ഓർത്തഡോക്സ് ചർച്ചിനെതിരായിട്ടുള്ള റോമൻ കാത്തലിക് ചർച്ചിൻ്റെ ഒരു ഇതായിട്ട് നശിപ്പിച്ചു. പിന്നെയാണ് അത് വന്ന് ഇത് മറ്റേ കലിഫേറ്റ് വരുന്നതും അങ്ങനെയൊക്കെ. അപ്പോൾ അതിൽ ഇപ്പം ഇതിലൊരു വേറെ കാര്യമുണ്ട്, സ്റ്റാറ്റസ് കോ ഉണ്ടല്ലോ. അതിപ്പോൾ ഈ എർദോഗാൻ വന്നപ്പോൾ അയാളൊരു ഇസ്ലാമിസ്റ്റാണ്. അപ്പോൾ അയാൾ ഈ ഇസ്ലാമിസ്റ്റ് പരിപാടികളൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് അയാൾ ചെയ്തൊരു പരിപാടിയാണത്. ഈ പണ്ട് ഒരാൾ പറഞ്ഞ മാതിരി ഓരോ കാര്യവും നമ്മൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്യുമല്ലോ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്നുള്ളത്. ഈ കേരളത്തിൽ കുറച്ചു കാലമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഈ തിങ്കിങ് പ്രോസസ് അതല്ലല്ലോ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇൻ 1957 the Christian population of Kerala was around 21 or 22 and the Muslim population was 18. Now what has happened? The Muslim population went up to 28. Christian population was gone down to 18%. അതും അവിടെ ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ, കാരണം അവർ അമേരിക്കയിലും മറ്റിടത്തും നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ് വിച്ച് ദേ ക്യാൻ വിൻ ഇസ് നോട്ട് മോർ ദാൻ 7. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മാത്രം വോട്ട്. അതിന് വേറൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞുതരാം. ഈ ക്രിസ്ത്യാനി മുസ്ലിമും കൂടെ ഒരുമിച്ച് വോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചോ, 110 കോൺസ്റ്റിറ്റ്യുവൻസിയിലോ 115 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഹിന്ദു മെജോറിറ്റി ഉണ്ട് കേരളത്തിൽ. 110, അതായത് ഈ 7ഉം 15ഉം കൂട്ടം നമ്മൾ ലീഗിൻ്റെ 15ഉം 7ഉം ഭൂരിപക്ഷം ഹിന്ദു. അതാണ് ഹിന്ദുത്വ ഇവർ ട്രൈ ചെയ്യുന്നത്, അത് പിടിക്കാനായിട്ട്. അത് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലിരിക്കല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന്. പിന്നെ രണ്ടാമതുള്ള വന്നിരിക്കുന്നത് ഈ വിദ്യാഭ്യാസ രംഗത്തുള്ള ഡോമിനേഷൻ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലുള്ള ധാരണ ഈ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളൊക്കെ ഒന്നല്ല. അതൊക്കെ ഇൻഡിവിജ്വൽ ഡയോസിസിൻ്റെ ചെയ്യില്ല. നമ്മളാ മീറ്റിങ്ങിന് പോകുമ്പോൾ ഇപ്പോൾ ഞങ്ങളാണല്ലോ ബിഗ്ഗസ്റ്റ് കോർപ്പറേറ്റ് ബോഡി, മനസ്സിലായി, ഏറ്റവും അധികം കോളേജസൊക്കെ ഉള്ളത്. അപ്പോൾ ഇവർ അങ്ങനെയല്ല, അത് ഇൻഡിവിജ്വലാണത്. മാത്രമല്ല അതും കൂടെ ഡിനോമിനേഷൻസും കൂടെ വേറെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആസ് എ ഫോഴ്സ് പൊളിറ്റിക്കലി, എക്കണോമിക്കലി ആൻഡ് എഡ്യൂക്കേഷണലി ഈസ് ഡൗൺ അക്കോർഡിംഗ് ടു മീ. പിന്നീട് എക്കണോമിക്കലി നമുക്ക് നോക്കാം. ഇപ്പോൾ ആരാ വലിയ പൈസക്കാരൊക്കെ ഇവർ ബിസിനസ്, ഗോൾഡ് ബിസിനസ്, ടെക്സ്റ്റൈൽ ബിസിനസ്, അങ്ങനെയുള്ള ഒരുപാട് ബിസിനസ്സസ് മറ്റുള്ളവരുടെ കയ്യിൽ വന്നില്ലേ. അപ്പോൾ അങ്ങനെ ഇവരുടെ ഒരു ഡോമിനേഷൻ, അവരുടെ ഡോമിനേഷനിൽ ഒരു കാര്യമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഡോമിനേഷൻ ചർച്ചിലോട്ട് ലിങ്ക്ഡാണ്, മറ്റവരുടെ ഡോമിനേഷൻ ലിങ്ക്ഡ് അല്ലല്ലോ. ഞാൻ പറഞ്ഞ ആംഗിൾ എന്ന് വെച്ചാലേ. അപ്പോൾ അവർക്ക് അവർക്ക് ഒരു ഭയം ഉണ്ടാവും. അവരുടെ ഇപ്പോൾ തന്നെ MLA-മാരുടെ എണ്ണം ഒക്കെ തന്നെ നോക്കുമ്പോൾ നമുക്ക് ലീഗിനൊരു 15 MLA ഉണ്ടെങ്കിൽ ഇവർക്ക് 7 MLA ഉണ്ടാവുള്ളൂ. എങ്ങനെ ഇട്ട് നോക്കിയാലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എടുത്തിട്ടാലും. അപ്പോൾ അതൊന്നും അങ്ങനെയല്ല. അതായത് ഞാൻ വേറെ കണക്ക് പറഞ്ഞതാണ്. 1965 ഈ നമ്മുടെ കേരള കോൺഗ്രസ് ഉണ്ടാക്കുമ്പോൾ PT ചാക്കോന് ശേഷം ഫസ്റ്റ് ഇലക്ഷനിൽ ദേ ഹാഡ് 25 MLAs കേരള കോൺഗ്രസ്. 25 MLA-മാരുണ്ടായിരുന്നു അവർക്ക് കേരള കോൺഗ്രസ് ഉണ്ടാക്കിയപ്പോൾ. പക്ഷേ അബോർട്ടഡായിപ്പോയി, ആർക്കും ഭൂരിപക്ഷം കിട്ടാതെ. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കിടക്കുന്നത് 7ഉം 6ഉം ഒക്കെയാണ്. മാത്രമല്ല മേജർ ഇതൊന്നും അവരെ കയ്യിലില്ലല്ലോ, എന്താ പറയുക, ഇതൊന്നും പോർട്ട്ഫോളിയോസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും.